എൻ്റെ ലൈഫിൽ ഞാൻ എന്നാണോ പീരീഡ്സ് ആയത് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് നല്ലതായിട്ട് ചിന്തിക്കാൻ ഇതിനെക്കുറിച്ച് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോക്കും മെഡിസിൻ കഴിപ്പും വയറുവേദന ഇതൊക്കെ തന്നെയാണ്. ഒരു മാസം പോലും മരുന്ന് കഴിക്കാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അത്രയ്ക്ക് വേദന. ഈ മാസം ഇനി എത്ര വേദന എടുത്താലും മരുന്ന് കഴിക്കില്ല എന്ന് കഴിഞ്ഞ മാസം ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ വർക്കിന് പോയിട്ടുണ്ട്, ഞാനും ആരൂട്ടി മാത്രമേ ഉള്ളൂ. ആരൂട്ടി ഉറങ്ങിയ സമയത്താണ് എനിക്ക് വയ്യാണ്ടായത്. ഏട്ടൻ പോകുന്നതിനൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ ആളൊന്നും പോവില്ലായിരുന്നു. മരുന്ന് ഒഴിവാക്കിയെങ്കിലും ആഹാരം എന്നിങ്ങനെ ഒരുപാട് വേദന മറക്കാനായിട്ട് ഒരുപാട് ഫുഡ് കഴിക്കും കേട്ടോ. അല്ല, ഫുഡ് കഴിക്കാൻ പീരീഡ്സ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന നടക്കാറും. കുറച്ച് കട്ടനും അവലൊക്കെ നനച്ച് കഴിച്ചു. പിന്നെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കട്ട് ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കയറി ഇറങ്ങി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കും. പറഞ്ഞ എക്സ്ട്രീം ലെവൽ വേദന ഞാൻ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. 10ാം ക്ലാസ്സിലെ എക്സാമിന്, ഫൈനൽ എക്സാമിന് അന്ന് എനിക്ക് പീരീഡ്സ് ഡേ ആയിരുന്നു. എക്സാം എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ കൈയും ശരീരവും മുഴുവനായിട്ട് വിയർത്ത് കല്ലുപോലെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വയറുവേദനയും മൊത്തത്തിൽ തല കറങ്ങുന്ന പോലെയൊക്കെ. പെട്ടെന്ന് തന്നെ എന്നെ എക്സാം ഹാളിൽ നിന്ന് ടീച്ചർ നേരെ സ്റ്റാഫ് റൂമിലോട്ട് കൊണ്ടുപോയി. പുറത്തൊക്കെ പോയി കുറേ നേരം പുറത്തൊക്കെ ഇരുന്നിട്ട് വന്ന് പിന്നെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പീരീഡ്സ് ആയ ചെടിയിലൊന്നും തൊടരുത്. പിന്നെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാൻ ആരുമില്ലല്ലോ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഈ സമയത്ത് കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലം ഇതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നമ്മുടെ പയറിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ അടുത്ത് വന്ന് കുറച്ച് നേരമൊക്കെ നിന്നു. ഇതൊക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ അടിപൊളിയായിട്ടൊന്നും പടർത്തിയിട്ടില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ആരൂട്ടി എണീറ്റിട്ടുണ്ട്. അവളുടെ കൂടെ നിൽക്കുകയാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അവൾ എവിടെയൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുന്നു അവിടെയൊക്കെ ഞാനും ചെല്ലും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ ഒരു അടിയൊക്കെ ഞാൻ കൊടുക്കും. അവളിപ്പോൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾക്ക് കൈയും കാലും കണക്കും ഒന്നുമില്ല. എൻ്റെ ദൈവം, എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി പൊക്കളയും, കല്ലും മണ്ണും വാരി കഴുകി. ഇതൊക്കെ പോട്ടെ, കഴുകി വെച്ചേക്കുന്ന തുണികൾ പറക്കി വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി വെക്കുന്ന പാത്രങ്ങളും സവാളയും എല്ലാം പറക്കി പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ വലിയ വലിയ പണികളാണ് എൻ്റെ കുട്ടി ഇപ്പോൾ ചെയ്യാൻ. സക്സസ്ഫുള്ളി ഞാൻ ഈ ദിവസം മരുന്ന് കഴിക്കാതെ അങ്ങ് തള്ളി മാറ്റി എന്ന് പറയാമല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. എനിക്കൊരു കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.